മുംബൈയിലേക്ക് പോയിട്ടുണ്ടോ നിങ്ങൾ? മുംബൈയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്കൊരുപാട് നമ്മുടെ രാജ്യത്തിന് അഭിമാനമാകുന്ന ഒരുപാട് നിർമ്മിതികൾ അവിടെയുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്തെക്കുറിച്ചാണ്. മുംബൈയിലാണ്. മുംബൈയിലേക്കൊക്കെ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്കല്ലെങ്കിൽ ഈ അവധിക്കാലത്ത് പോവുകയാണെങ്കിൽ, കാരണം ക്രിസ്മസ് അവധിക്കാലമാണ്, യാത്രകൾ പോകുന്ന സമയമാണ്. ഇത് മുംബൈയിൽ പോവുകയാണെങ്കിൽ കുടുംബവുമായൊക്കെ ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരിടമുണ്ട്. അവിടത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. മുംബൈയിലെ പാരഡോക്സ് മ്യൂസിയം. വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. മുംബൈയിലെ പാരഡോക്സ് മ്യൂസിയം, അപ്പോൾ അവിടുത്തെ മായക്കാഴ്ചകൾ, അതൊക്കെ കാണാൻ നിരവധി ആളുകൾ ഇപ്പോൾ എത്തുന്നുമുണ്ട്. ആ മാജിക്കൽ മ്യൂസിയത്തിലെ കാഴ്ചകൾ തേടുകയാണ് റൈഡുകൾ. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷന് എതിർവശത്ത് ഈ ആസാദ് മൈതാനിന് തൊട്ട് അരികെയായി എച്ച് സൊമാനി മാർഗിലാണ് ഈ പാരഡോക്സ് മ്യൂസിയം ഉള്ളത്. മ്യൂസിയത്തിനകത്തേക്ക് ചെന്ന് കാഴ്ചകളിലേക്ക് വേഗം പോകാം. അപ്പോൾ നമ്മൾ പാരഡോക്സ് മ്യൂസിയത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പാരഡോക്സ് മ്യൂസിയത്തിനകത്തുള്ള യാത്രയ്ക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടി എന്നോടൊപ്പം ഋത്തിക് ഉണ്ട്. ഋത്തിക് പറഞ്ഞു തരും. ഓരോ റൂമിലും നമ്മളെ കൊണ്ടുപോകും, ഓരോ കാഴ്ചകൾ നമുക്ക് പറഞ്ഞു തരും. So, what's the name of this room? So, this is the camouflage room. Okay. What we are have over here. Okay. So, we are going to go there, and there are clothes, but we are going to wear it, and the print will be the same. It will be 3D effect over here. So, what we are going so to only my head will be visible. Yes, only your head will be visible, and you can get hidden on this spot also. Okay. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഞാൻ ഒളിക്കാൻ പോവുകയാണ്. എൻ്റെ തല മാത്രമേ ഞാൻ അതിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുകയുള്ളൂ. ഏതായാലും നമുക്കതൊന്ന് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഫ്രെയിമിലുണ്ട് കേട്ടോ, പക്ഷേ എന്നെ കാണാൻ കഴിയുന്നുണ്ടാവില്ല എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും എന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ കാമോഫ്ലാഷ് റൂം. നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടില്ലേ കൈലഡോസ്കോപ്പ്? അതിൻ്റെ ഒരു വലിയ മാതൃക ഇവിടെയുണ്ട്. രണ്ടുപേർ ചേർന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതുപോലെ ഇരുവശത്തു നിന്നുമുള്ള ഈ കാഴ്ച അത് നല്ല രസമുണ്ടാവും. ഈ പാരഡോക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ വിരോധാഭാസം എന്നൊക്കെയാണ് മലയാളത്തിൽ. അതിന് ഒരു ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരു രൂപമുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് എന്നൊന്നും തോന്നുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു പ്രതിബിംബം ഇവിടെ വരുമ്പോൾ അതൊരു തവളയായി മാറുന്നുണ്ട്. അത്തരത്തിലുള്ള ഇല്യൂഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ മ്യൂസിയത്തിലാകെ ഉള്ളത്. പലതരത്തിലുള്ള ഫോട്ടോകൾ എടുക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ പാരഡോക്സ് മ്യൂസിയത്തിൽ ഇതുപോലെയുണ്ട്. ഈ പ്ലേറ്റിൽ ഇങ്ങനെ തലവെച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോയൊക്കെ ഇവിടെ വന്നാൽ സുഖമായി എടുക്കാം. ഈ സോഫ എങ്ങനെയുണ്ട്? എൻ്റെ തല ഇവിടെ ഉണ്ട്, ഉടല അവിടെയുണ്ട്. കണ്ടില്ലേ, ഇത് മറ്റൊരു പോസാണ്. ഇവിടെ ഏതൊക്കെ പോസിൽ ഇരിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇവിടുത്തെ ജീവനക്കാർ നമുക്ക് പറഞ്ഞു തരും. ഏതായാലും എൻ്റെ കാലല്ല ഇത് മറ്റൊരാളുടെ കാലമാണ്. അതിൻ്റെ രഹസ്യം ഞാൻ പ്രേക്ഷകരോട് പങ്കുവെച്ച് വന്നേ ഉള്ളൂ. ഏതായാലും ഞാൻ എഴുന്നേക്കട്ടെ, അപ്പോൾ ഇതിൻ്റെ രഹസ്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അയ്യാ വിട്ടു. താങ്ക് യു. ഇപ്പോൾ എയിംസ് റൂമിനകത്താണ് നമ്മളുള്ളത്. ഈ മുറിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഈ മുറിയിൽ രണ്ടുപേർ വരുമ്പോൾ അതിൽ ഒരാൾ ചെറുതായും ഒരാൾ വലുതായും ഇവിടെ കാണും. ഇതൊരു മറ്റൊരു ഇല്യൂഷനാണ്. എൻ്റെ സുഹൃത്താണ് കേട്ടോ, പ്രിയങ്ക ഇത്ര നേരം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിയായി നിൽക്കുകയാണ്. ഞാൻ നിർബന്ധിച്ച് തൽക്കാലം കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഒന്ന് ചെസ് കളിക്കാൻ ഇറങ്ങിയാലോ? എന്നോടൊപ്പം 3 പേരുകൂടിയുണ്ട്. ഹലോ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഒരേ കളി തന്നെ കളിച്ചാൽ അങ്ങനെ ശരിയാവും. ഞാനൊന്ന് കളിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ വേറൊരു കളി കളി. പാരഡോക്സ് ടണലിനകത്താണ് നമ്മളുള്ളത്. ഈ ടണൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമുക്കിങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഒരു ഇല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം
വരുന്നുണ്ട് എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇതിലിങ്ങനെ കുറേ സമയം നിൽക്കുമ്പോൾ ഒരുമാതിരി നമുക്കൊരു തല കറങ്ങുന്നത് പോലെ തോന്നും. അതുകൊണ്ട് അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല, പെട്ടെന്ന് പുറത്തേക്ക് പോവാം. ദേ ഒരു പൂച്ചയുടെ അസ്ഥികൂടം. ഇനി നിങ്ങൾ ആ വശത്ത് പോയെന്ന് നോക്കിക്കേ. അനന്തമായി ഇങ്ങനെ പരന്നു കിടക്കുന്ന ഇൻഫിനിറ്റി റൂമിനകത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ നിരവധി കാഴ്ചകൾ ഇവിടെയുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണിച്ചു തരാൻ പറ്റില്ല. മാത്രമല്ല ക്യാമറ കൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്നതിന് വളരെ പരിമിതികളുമുണ്ട്. ഏതായാലും നിറങ്ങളും വെളിച്ചവും ഒക്കെ കൊണ്ടുണ്ടാക്കിയ വ്യത്യസ്തമായ പല കാഴ്ചകളുമാണ് ഇവിടെ കാഴ്ചക്കാർക്ക് വേണ്ടി ഉള്ളത്. കുട്ടികളും കുടുംബവുമായൊക്കെ വന്ന് കുറച്ച് സമയം ഒന്ന് രസിക്കാൻ പറ്റിയ ഇടം തന്നെയാണ് പാരഡോക്സ് മ്യൂസിയം. പാരഡോക്സ് മ്യൂസിയത്തിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മായക്കാഴ്ച അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സയൻസുമായി ചേർന്ന് നിൽക്കുന്നതാണ്. എന്താ പറയുക, നമ്മുടെ കാഴ്ചയെ ഏതൊക്കെ രീതിയിൽ ക്യാമഫ്ലേഷ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ അതിനെ മറച്ചു വയ്ക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിനെ കാഴ്ചയിൽ നിന്നും മാറ്റി ചിന്തിപ്പിക്കാം എന്നൊക്കെയാണ് ഇത്തരം ഇത് സയൻസാണ്, ശരിക്കും ശാസ്ത്രമാണ്. അത് കൃത്യമായി സംയോജിപ്പിച്ച ഒരിടമാണ് ഈ ഒപ്റ്റിക്കൽ മ്യൂസിയം എന്ന് അത് കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് പ്രേക്ഷകർ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. പലരും ഇങ്ങനെ ഇതെന്താണ് സംഭവം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ആ ചെസ്സ് കളിയിൽ ആര് ജയിച്ചു എന്നുള്ളതാണ്. നമുക്ക് ശ്രീനാഥിനോട് ചോദിക്കണം അത്.